ഹായ്, പഠിച്ചു പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പാട്ടിനെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു സെമി ക്ലാസിക്കൽ സിനിമാറ്റിക് സോങ്, സിനിമയിലുള്ള ഒരു സെമി ക്ലാസിക്കൽ പാട്ട്. അതിനെ വെല്ലാൻ ഇതുവരെ വേറൊരു പാട്ടുകളും വന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരുപാട് പാട്ടുകൾ അതേപോലെയൊക്കെ ഉണ്ട്. പാട്ട് വേറൊന്നുമല്ല, പ്രമദവനം. അതേപോലുള്ള വേറെ കുറേ പാട്ടുകളൊക്കെ നമുക്ക് കാണാം. ഇപ്പം ഹരിമുരളീരവമാണെങ്കിലും ഇപ്പം ഏഴ് സ്വരം ആണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെയുള്ള പാട്ട്. അപ്പം പക്ഷേ ഇതിനെ ഈ ഒരു ഗ്ലോറിയസ് ലെവലിൽ ഇങ്ങനെ നിർത്തുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ 40 സെക്കൻഡ് ഹമ്മ്. അപ്പം ദാസേട്ടനത് അതിമനോഹരമായിട്ട് പാടി. എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കെങ്കിലും അതേ രീതിയിൽ പാടാൻ ആ ഹം എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം. എടുത്താൽ തന്നെയും അത്രയും ആസ്വാദ്യകരമായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. രവീന്ദ്രൻ മാഷ് അതിനെ അത്രയ്ക്ക് അതിൻ്റെ ആ സ്വാദ് ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പം ദാസേട്ടൻ്റെ ആ റേഞ്ച് ഉൾപ്പെടുത്താനും ക്യാപ്ചർ ചെയ്യാനും ഒക്കെ ഈ പാട്ടിന് അതേപോലെയുള്ള മറ്റുള്ള പാട്ടുകളെ പോലെ ഇതിനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത് ആ ആദ്യത്തെ 40 സെക്കൻഡ് ഹമ്മാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാസേട്ടനേക്കാളും മികച്ച രീതിയിൽ പാടിയിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം ആ 40 സെക്കൻഡ് ഹം ഇതിനെ വളരെ ഒരു ഉന്നത തലത്തിലേക്ക്, ആ ഒരു പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഹമ്മാണ് ഈ പാട്ടിനെ ഒരു എപ്പിക് സെമി ക്ലാസിക്കൽ സിനിമാറ്റിക് സോങ് ആയിട്ട് മലയാളത്തിൽ നിലനിർത്തുന്നു. മലയാളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഭാഷകൾക്കൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ അത് ഇപ്പം ആ ഹം ഇല്ലായിരുന്നെങ്കിൽ ഇത് മറ്റൊരു സെമി ക്ലാസിക്കൽ പാട്ട് പോലെ ഇരുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. അതാണത്. ഇപ്പം ഏഴ് സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം എന്ന് പറയുന്ന പോലൊരു പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ചൂടി. അപ്പം ഇങ്ങനെ ഒരു അതേപോലെ അങ്ങനെ തന്നെ. പക്ഷേ ആ ഹം വന്നതോടുകൂടി ഇതിനെ മറ്റുള്ള എല്ലാ അത്തരത്തിലുള്ള പാട്ടിൽ നിന്നും ഉയർത്തി നിർത്തി ഇതുവരെ അതിനെ വെല്ലാനും മാത്രമൊരു പാട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് ശ്രമിച്ചു നോക്കാം. അറിയാമല്ലോ, നമ്മൾ എത്ര ശ്രമിച്ചാലും എവിടെ വരെ എത്തുമെന്നുള്ളത്. എന്നാലും ആഗ്രഹം കൊണ്ട് ശ്രമിക്കുന്നതാണ്. ഇവിടെ ഭയങ്കര ചീവിടിൻ്റെ കരച്ചിലാണ്. മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ചീവിടിൻ്റെ കരച്ചിലൊക്കെ ഒന്ന് നിന്നിട്ട് പാടാം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ മഴ നിന്ന്, പക്ഷേ ചീവിടിൻ്റെ കരച്ചിൽ നിൽക്കില്ല. പിന്നെ അധികം താമസിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങ് ശ്രമിക്കുന്നതാണ്. അപ്പം ഇനിയിപ്പം ചീവിടിൻ്റെ കരച്ചിലൊക്കെ ഒരു ശ്രുതിയായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിക്കുക. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂ. അത് ആഗ്രഹം കൊണ്ടൊരു മിമിക്രി കാണിച്ചാണെന്ന് കരുതിയാൽ മതി. അപ്പം സംഗീതം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പാട്ടുകൾ മാത്രമല്ല, പല തരത്തിലുള്ള പാട്ടുകളും ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അല്ലാതിപ്പോൾ എന്ത് ചെയ്യാനാ? അപ്പം പക്ഷേ ഈ ഒരു പാട്ട്
ഈ ഗണത്തിൽ ഏറ്റവും മികച്ചതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.